ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഭയം തോന്നിയിട്ടുണ്ടോ? സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുമ്പോഴോ ഒരു പുതിയ ജോലിക്കായി പരിശ്രമിക്കുമ്പോഴോ ഇനി എന്ത് എന്ന ചോദ്യം നിങ്ങളെ അലട്ടിയിട്ടുണ്ടോ? എങ്കിൽ ഇറ്റലിയിലെ റെജിയോ കലാബ്രയിൽ നിന്നുള്ള പീട്രോ എന്ന 18 വയസ്സുകാരൻ്റെ കഥ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ ആശങ്കകളും ഭയവും പങ്കുവച്ച് പീട്രോ മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്തും അതിന് ലിയോ 14 നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ ഹൃദയം തൊടുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാസികയായ പിയാസ സാൻ പീട്രോയുടെ പുതിയ പതിപ്പിലാണ് പീട്രോയുടെ ചോദ്യവും പാപ്പയുടെ മറുപടിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്കൂൾ പഠനം പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റി ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന പീട്രോ മാനസികമായി കടുത്ത ആശയക്കുഴപ്പത്തിലൂടെയാണ് കടന്നുപോയത്. സ്കൂളിലെ തൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയവും, ദൈവം തനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വഴി ഏതാണെന്നതിനെക്കുറിച്ചുള്ള ആശങ്കയും, ഭാവിയിൽ ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കണമെന്ന സ്വപ്നവും തൻ്റെ കത്തിലൂടെ മാർപ്പാപ്പയുമായി പങ്കുവച്ചു. യേശു പീട്രോയെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ടെന്ന സ്നേഹവും കരുതലും നിറഞ്ഞ വാക്കുകളോടെയാണ് പീട്രോയ്ക്കുള്ള പാപ്പയുടെ മറുപടി ആരംഭിക്കുന്നത്. നിന്റെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളുമായി നീ ഇന്ന് ഏത് അവസ്ഥയിലാണോ ഉള്ളത്, ആ അവസ്ഥയിൽ യേശു നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹം നീ എടുക്കുന്ന തീരുമാനങ്ങളെയോ തിരഞ്ഞെടുക്കുന്ന വഴികളെയോ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. അത് എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും, പാപ്പ കുറിച്ചു. സൗഹൃദങ്ങൾ നഷ്ടപ്പെടുമെന്ന പീട്രോയുടെ ഭയത്തിനും പാപ്പ അനുഭാവപൂർവ്വം മറുപടി നൽകി. യേശുവിനും ധാരാളം നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ പീട്രോയുടെ ഭയം യേശുവിന് കൃത്യമായി മനസ്സിലാകുമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പീട്രോയ്ക്ക് മാർപ്പാപ്പ ചില വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥന, ദൈവവചന ശ്രവണം, വിശുദ്ധ കുർബാനയുടെയും മറ്റു കൂദാശകളുടെയും സ്വീകരണം, മുതിർന്നവരുമായുള്ള നല്ല സംഭാഷണങ്ങൾ എന്നിവയിലൂടെ ഏത് സൗഹൃദങ്ങളാണ് കാത്തുസൂക്ഷിക്കേണ്ടതെന്നും ഏവയാണ് ഉപേക്ഷിക്കേണ്ടതെന്നും തിരിച്ചറിയാൻ സാധിക്കുമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിലെ അസ്വസ്ഥതകൾ ഒരു മോശം ലക്ഷണമായി കാണേണ്ടതില്ലെന്നും അത് ദൈവം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമാണെന്നും ഓർമ്മിപ്പിക്കുന്ന പാപ്പയുടെ കത്ത് പീട്രോയ്ക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ മറ്റനേകം യുവജനങ്ങൾക്കും ആശ്വാസം പകരുന്നു.